അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി, അത് ചതച്ചതോ നല്ലവണ്ണം ഒന്ന് അരിഞ്ഞെടുത്തതോ അങ്ങനെയാകാം. പിന്നെ അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ തക്കാളി നീര്, 1/4 ടീസ്പൂൺ മതി തക്കാളി നീര്, അതേപോലെ തന്നെ വെളുത്തുള്ളി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ. ഇനി നമ്മൾ ഏത് പേസ്റ്റാണോ ഉപയോഗിക്കുന്നത് അതും കൂടെ മതിയാകും. അപ്പം നമ്മൾ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഒരാൾക്ക് ധാരാളമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ പല്ലിൻ്റെ കറ മാറ്റാനും, അതേപോലെ നല്ല വെളുത്ത നിറം കിട്ടാനും, പല്ലിൻ്റെ മഞ്ഞ നിറം മാറാനും, അതുപോലെ മാത്രമല്ല അപ്പോൾ വെളുത്തുള്ളിയിൽ ആലിസിൻ എന്നൊരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് കേടാകുന്ന അണുക്കളെ സംരക്ഷിക്കുകയും ചെയ്യും, പല്ലിൻ്റെ ഇനാമലിനെ സംരക്ഷിക്കും. അപ്പം പല്ലിൻ്റെ മഞ്ഞ നിറത്തെ മാറ്റി പല്ലിനെ വെളുപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. അതേപോലെ തക്കാളിയുടെ നീര് പല്ലിന് നല്ല നിറം, നല്ല വെള്ള നിറം കിട്ടാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ പല്ലിൻ്റെ അഴുക്കും കറയും മാറാനും സഹായിക്കുന്നു. പല്ലിനെ വെളുപ്പിക്കാനൊക്കെ അത് നല്ല ഒരു സാധനം തന്നെയാണ് ബേക്കിംഗ് പൗഡർ. അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകുക. അതേപോലെ തന്നെ ബ്രഷ് 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ബ്രഷ് ഹാർഡാവുകയും അതുമൂലം നമുക്ക് പല്ലിന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും തേയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ 2-3 മിനിറ്റ് സമയമെടുത്തെങ്കിലും ബ്രഷ് ചെയ്യാൻ നോക്കണം. അതേപോലെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ വ്യത്യാസം, നല്ല മാറ്റം ഉണ്ടാകും. അപ്പം ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ.